ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധവും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചതും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും ഹമാസിൻ്റെ പരിപാടികളും ഗാസയുടെ യുദ്ധവുമൊക്കെ വലിയ അന്താരാഷ്ട്ര ചർച്ചകളാണ് ഉയർത്തിവിട്ടത്. അതിനിടയിലാണ് ഇന്ത്യ ചൈന റഷ്യ സമ്മേളനം പോലെ കൂടിച്ചേരൽ, അല്ലെങ്കിൽ 3 രാഷ്ട്രത്തലവന്മാരും ബെയ്ജിങ്ങിൽ വെച്ച് കണ്ടു. വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന റഷ്യയുടെ പ്രസിഡന്റ് 1 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ കാറിലിരുന്നു കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. അങ്ങനെ ലോകമാകെ ജിയോ പൊളിറ്റിക്സ് വലിയ മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ചർച്ചയാണ് നടക്കുന്നത്. 4% മുതൽ 10% വരെ മാത്രം ഇന്ധനങ്ങൾ, ഓയിൽ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നെങ്കിൽ അത് 24% പോയി. നമുക്ക് 25% തീരുവ ആദ്യം അമേരിക്ക ഏർപ്പെടുത്തിയത് 50%, പലതിനും 100%. വിസയ്ക്ക് പൈസ കൂട്ടി, ഡോളർ കൂട്ടി, $4000 എന്നുള്ള $1,00,000 തീരുവ കൂട്ടി, വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ വ്യാപാര കരാർ വരുന്നുണ്ട്. ഇതിനിടയിലൊക്കെ നമ്മൾ കാണാതെ പോകുന്ന, ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ. അഫ്ഗാനിസ്ഥാനിലെ പ്രത്യേകിച്ച് താലിബാനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിൽ പുതിയൊരു കൂട്ടുകെട്ട് വരുന്നുണ്ട്. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നല്ല തർക്കത്തിലാണ്. സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിക്കുന്ന കൂട്ടത്തിലാണ്. പാകിസ്ഥാനെ സൗദി അറേബ്യ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ സൗദിയുമായിട്ട് തല്ലിലാണ്. അതേസമയം ഇറാനിലെ ചഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ $500 ദശലക്ഷം തുറമുഖം വരികയാണ്. അതുവഴി മധ്യേഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലേക്കുമുള്ള നമ്മുടെ വ്യാപാര ഇടനാഴി നമ്മൾ വിപുലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും ഇന്ത്യ പിന്നോട്ടില്ല. ഇറാനിൽ തന്നെ അത് സ്ഥാപിക്കും, ഇറാൻ്റെ തീരത്ത് തന്നെ സ്ഥാപിക്കും. അതിനുള്ള കരാറുകളും പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യ ഇത്തരത്തിലുള്ള പുതിയൊരു ബന്ധമുണ്ടാക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായും താലിബാനുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കുമ്പോൾ താലിബാൻ ഒരു രാജ്യമായി വരുന്നതിനൊക്കെ അവർ മാറിക്കഴിഞ്ഞു. അവർ പഴയ ഗുണ്ടായുസവും അക്രമമൊക്കെ ഒഴിവാക്കി കുറേ കൂടി വേറൊരു തലത്തിലേക്ക് വന്ന് താലിബാനെ ഇന്ത്യ അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യം വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താലിബാൻ എന്നൊക്കെ പറയുന്നതിൽ താലിബാനെ അംഗീകരിക്കുന്ന നിലയിൽ ഇന്ത്യ വന്നിട്ടുണ്ട്. ഈ അംഗീകാരം സാർവദേശീയമായി നേടിയെടുക്കുന്നതിന് നമ്മുടെ ഇറാൻ്റെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെയും സഹായം തീർച്ചയായിട്ടും ഇന്ത്യക്കും താലിബാൻകാർക്കും കിട്ടും. അങ്ങനെ ആഗോളതലത്തിലുണ്ടാകുന്ന പുതിയ ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഡൈനാമിസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ചൈനയുമായി ബന്ധമുണ്ടാക്കുന്നു, വ്യാപാര കരാറുണ്ടാക്കുന്നു. പുതിയ റഷ്യയുമായിട്ട് കരാറുണ്ടാക്കുന്നു. UK-യുമായിട്ട് നമ്മൾ കരാറായി കഴിഞ്ഞു. സിംഗപ്പൂരുമായിട്ട് കരാറായി. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ കരാറിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള മറ്റൊരു കൂട്ടുകെട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടുകെട്ടിൽ തീർച്ചയായും ഇന്ത്യയും ഇറാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പ്രധാനമായി താലിബാൻകാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് പുതിയ വെല്ലുവിളിയാണ്. പാകിസ്ഥാനെതിരെ ഉയരാൻ പോകുന്നത്, നമ്മുടെ സൗദി അറേബ്യക്കെതിരെ ഉയരാൻ പോകുന്നത്. അങ്ങനെ പുതിയ ഒരു വെല്ലുവിളിയുമായി ഈ 3 രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ വളരെ തന്ത്രപരമായ ആഗോള ലോക രാഷ്ട്രീയത്തിൽ വളരെ വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നേറുന്നത്. ഇപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ കൂട്ടുകെട്ടിൽ ഇനി എന്തൊക്കെയാണ്, ഏതെങ്കിലും രാജ്യങ്ങൾ കൂടെ വരുമോ അതോ ഇത് വിപുലമാവുമോ, എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം.